ലോകം കേരളത്തിന് പേരിട്ട് വിളിച്ചത് എന്താണെന്നറിയോ? ദൈവത്തിന്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി. ഞാൻ ചോദിക്കട്ടെ, ഈ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാടിൽ പിറന്ന നമ്മുടെ മക്കൾ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കാത്തത്? ഈ സംസ്ഥാനത്താകെ വിശ്വാസ്യത ഉണ്ടായിരുന്ന PSC റാങ്ക് ലിസ്റ്റുകൾ, PSC പരീക്ഷയാണ് ഏക ആശ്രയമെന്ന് കരുതി ഒരു തലമുറ മുഴുവൻ മുഴുവൻ വിളക്കടക്കാതെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ SFIക്കും DYFIക്കും വേണ്ടി ഗുണ്ടാപ്പണി നടത്തിയ ശിവരഞ്ജിത്ത് എന്ന് പറയുന്നവൻ PSCയുടെ 1ാം റാങ്കിൽ ഇടം പിടിക്കുകയാണ്. 2ാം റാങ്കിൽ ശിവരഞ്ജിത്തിന്റെ കൂടെ ഗുണ്ടയായി നടന്നവൻ ഇടം പിടിക്കുകയാണ്. എങ്ങനെയാണ് ഇവിടത്തെ ചെറുപ്പക്കാർ വിശ്വസിക്കുക? 5 വർഷം BTech പഠിച്ച ചെറുപ്പക്കാരൻ 6000 രൂപയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ സൂപ്പർവൈസറായി നിൽക്കുകയാണ്. MBA കഴിഞ്ഞ ചെറുപ്പക്കാരൻ പെട്രോൾ പമ്പിലെ മാനേജറായിരിക്കുകയാണ്. 8000 രൂപ വാങ്ങി. MSCയും MCOMും കഴിഞ്ഞ ചെറുപ്പക്കാരൻ 6000 രൂപയും 7000 രൂപയും വാങ്ങി കോപ്പറേറ്റീവ് ബാങ്കിലെ കളക്ഷൻ ഏജന്റായി പോവുകയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ? എപ്പോഴൊക്കെ കേരളത്തിന് വലിയ അവസരങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയത്, ഞാൻ നിസ്സംശയം പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടിയും ആ പ്രത്യയശാസ്ത്രവുമാണ്. വിവരസാങ്കേതിക വിദ്യയിൽ ഇന്ത്യ മുന്നിലായിരുന്നത് കൊണ്ട് IT വ്യവസായം ഇന്ത്യയിലേക്ക് വന്നപ്പോ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാകുമായിരുന്നത് കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനമാണ്. വിദ്യാഭ്യാസമുള്ള, ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന, ഏറ്റവും കൂടുതൽ IT വിദഗ്ധരായ ചെറുപ്പക്കാരുണ്ടായിരുന്ന ഇന്ത്യയിലെ കേരളം, ആ കേരളത്തെയാണ് ലോകം ഉറ്റുനോക്കിയത്. മൈക്രോസോഫ്റ്റും ഇൻഫോസിസും ടെക്നോസിസും അടക്കമുള്ള എല്ലാ കമ്പനികളും കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് നമ്മൾ സ്മാർട്ട് സിറ്റി തുടങ്ങാൻ അവർ പരിശ്രമിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് ഉണ്ടായിരുന്ന കേരളത്തിൽ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന വലിയ അവസരം ലഭിക്കുമായിരുന്ന അതിന് ശ്രമിച്ചപ്പോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ചെങ്കൊടി പിടിച്ചിട്ട് അന്ന് അച്യുതാനന്ദൻ പറഞ്ഞു, ഈ കല്ലിന്റെ മുകളിൽ ഒരു കല്ലുകൂടി ഇടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഇത് റിയൽ എസ്റ്റേറ്റ് വ്യവസായമാണ്, ഇത് അഴിമതിയാണ്, ഇത് കച്ചവടമാണ് എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരെയും തെരുവിലിറക്കി SFIക്കാരനെയും DYFIക്കാരനെയും CITUക്കാരനെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ച് ഉമ്മൻചാണ്ടി സ്വപ്നമായി കൊണ്ടുവന്ന സ്മാർട്ട് സിറ്റിയെ തടഞ്ഞു നിർത്തി. കേരളത്തിൽ ലോകത്തെ ഏറ്റവും വൻകിട നഗരങ്ങളെ അതിശയിപ്പിക്കുന്നത് പോലെ ഇന്ന് ബാംഗ്ലൂർ മാറിയില്ലേ, ചെന്നൈ മാറിയില്ലേ, ഹൈദരാബാദ് മാറിയില്ലേ? എല്ലാത്തിന്റെയും പണം എന്ന് പറയുന്നത് പുറത്തൊന്നും IT മേഖലയിൽ ഒഴുകി വന്ന പണമായിരുന്നു. ഒരുപക്ഷെ കേരളത്തിലേക്ക് ഒഴുകി വരുമായിരുന്ന, അതുകൊണ്ട് മാത്രം ഒരുപക്ഷെ സിംഗപ്പൂർ പോലെ മാറുമായിരുന്ന കേരളത്തിലേക്ക് വന്ന ആ അവസരത്തെ അങ്ങ് കാസർഗോഡും ഇങ്ങ് പാറശാലയിലും തടുത്തു നിർത്തിയ ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് CPM. ആ പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രം. അതുകൊണ്ടാണോ ഇന്ന് 6000 രൂപയ്ക്ക് ചെറുപ്പക്കാരൻ സൂപ്പർ മാർക്കറ്റിൽ പോകേണ്ടി വരുന്നത്? അതുകൊണ്ടാണോ 8000 രൂപയ്ക്ക് MCOMകാരൻ പെട്രോൾ പമ്പിൽ പോകേണ്ടി വരുന്നത്? അതുകൊണ്ടാണോ MSCയും BSCയും കഴിഞ്ഞ MBAയും കഴിഞ്ഞ ചെറുപ്പക്കാരൻ